രേണുവിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ്. അത് രാവിലെ തന്നെ മനസ്സ് തുറന്നുകൊണ്ട് പറയുകയാണ് രേണു. എനിക്ക് ലാലേട്ടൻ്റെ മുന്നിൽ രണ്ട് സ്വഭാവം കാണിച്ചേ പറ്റുള്ളൂ. അതാണ് എൻ്റെ അവസ്ഥ. സത്യങ്ങളെല്ലാം രേണുവിൻ്റെ നാവിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം രേണുവും സരികയും കട്ടിലിൽ കിടന്ന് സംസാരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും ദിവസമൊക്കെ ആയില്ലേ, ഇനി നമ്മുടെ യഥാർത്ഥ സ്വഭാവമെല്ലാം പുറത്തു വരും. സത്യം പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ഇതാണ്. ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ഒരു ഒതുങ്ങിക്കൂടുന്ന ആളാണ്. എൻ്റെ അടുത്ത് എൻ്റെ അച്ഛനും അമ്മയും തന്നെ ചോദിക്കാറുണ്ട്, നീ എന്താ ആരോടും സംസാരിക്കാത്തത് എന്നൊക്കെ. ഞാൻ ഇങ്ങനെയാണ്. എന്നോട് പറയായിരുന്നില്ലേ, ലാലേട്ടൻ നിൻ്റെ അടുത്ത് ചോദിച്ചതല്ലേ വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ പറയായിരുന്നില്ലേ നിനക്ക് വീട്ടിൽ പോകണമെന്ന്. എന്താ ചെയ്യുക ചേച്ചി, ലാലേട്ടനോട് എനിക്ക് രണ്ട് സ്വഭാവം കാണിച്ചേ പറ്റൂ. നിനക്ക് ബിഗ് ബോസിനോട് പറയായിരുന്നില്ലേ എന്നൊക്കെ സരിക ചോദിക്കുന്നുണ്ട്. രേണു പെട്ടു. രേണു പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ 83-84 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഞാൻ അത്രയും ദിവസമൊന്നും നിൽക്കില്ല, എന്നാലും ഞാൻ നോക്കാം ഒക്കെയാണ് രേണു പറയുന്നത്. രേണുവിനെ എങ്ങനെ കളിക്കണ്ടേ എന്നറിയില്ല. സരിക പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ആളുകൾ കരുതും നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് കരുതി അവർ നിന്നെ പുറത്താക്കും. അപ്പോൾ രേണു ചോദിക്കുന്നുണ്ട്, അതെ എന്നെ പുറത്താക്കുമോ, എന്നാൽ ഇനി അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ. എന്നെയൊക്കെയോ തട്ടിമുട്ടി പോവുകയാണ് രേണു. എന്തായാലും രേണു ഈ ആഴ്ച പോവില്ല, നോമിനേഷനിൽ വന്നിട്ടില്ല. ഒരേ ഒരാൾ മാത്രം രേണുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ രേണു എല്ലാം തുറന്നു പറയുന്ന, രേണുവിൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന സരികയാണ് രേണുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ രേണു പോകാൻ സാധ്യതയുണ്ട്. രേണുവിന് ഇതിൽ കൂടുതൽ കളിക്കാനൊന്നും പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്, ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ആരും രേണുവിൻ്റെ അടുത്തേക്ക് വരാൻ സാധ്യതയില്ല. അക്ബറിന് പണി കിട്ടിയതുപോലെ കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് രേണു കളിക്കുന്നത് പോലെയാണ് കളിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും.